ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മിനിമൽ സിനിമാറ്റിക് ലുക്ക് തരുന്ന ഒരു എഡിറ്റാണ്. അതുകൊണ്ട് തന്നെ ഫൈൻ റിസൾട്ട് കാണാൻ മറക്കല്ലേ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് എടുക്കുക, കൊളാഷ് എടുക്കുക, എന്നിട്ട് നാലാമത്തെ ഓപ്ഷനായ സ്റ്റിച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. അത് സെലക്ട് ചെയ്യുമ്പോൾ 3 ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഹൊറിസോൺ കൊടുത്തതിന് ശേഷം ആ ഫോട്ടോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, എന്നിട്ട് ബ്ലാങ്ക് എന്നുള്ളത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ക്യാൻവാസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസിലായിട്ട് സൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഫോട്ടോ റീസൈസ് ചെയ്തതിന് ശേഷം മാസ്ക് ചെയ്ത് വെക്കുക കേട്ടോ. മാസ്ക് ചെയ്തതിന് ശേഷം ഇനി ആ ഫോട്ടോയ്ക്ക് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പോവുകയാണ്. കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, അതുപോലെ സാറ്റുറേഷൻ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിഗ്നിറ്റി ലേശം ഒന്ന് കൂട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ആ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് വീണ്ടും വേറെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിനെ കട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അതിനുശേഷം വീണ്ടും ഫോട്ടോ എടുക്കുക, ന്യൂ എടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ച് സേവ് ചെയ്ത് വെച്ച ഫോട്ടോ എടുത്തതിന് ശേഷം അതിന് PIP എന്നുള്ള ഓപ്ഷനിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോ ഒന്ന് കളറാക്കി വെക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കണം എന്നില്ല. എന്നിട്ട് ആ ഫോട്ടോ നമ്മളത് മാസ്ക് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും മാസ്ക് ചെയ്തതിന് ശേഷം PIP എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് കട്ടൗട്ട് ചെയ്ത ഫോട്ടോ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക കേട്ടോ. അതെവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റ് എന്താണോ അതും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.